ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള എടക്കൽ കേവ്സിലോട്ടാണ്. വയനാട് അമ്പലവയലിലാണ് എടക്കൽ കേവ്സ് ഉള്ളത്. രാവിലെ അധികം വെയിലാവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മേപ്പാടിയിൽ നിന്ന് ഏകദേശം അധികം ദൂരമൊന്നുമില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇവിടുത്തെ ടൈമിങ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 8:30 തൊട്ട് 4 വരെ. പിന്നെ മൺഡേ ഹോളിഡേയും ആണ്. ഒരു കുന്നിൻ്റെ മേളിലാണ് ഈ കേവ്സ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്. ആ എൻട്രി പോയിന്റിൻ്റെ അങ്ങോട്ട് തന്നെ കുറച്ച് ദൂരം നടക്കണം. അവിടുന്ന് ഒരു 300ഓളം സ്റ്റെപ്സ് മേളിലോട്ട്. എൻട്രി പോയിന്റിൻ്റെ അവിടെ തൊട്ട് വഴിയുടെ 2 സൈഡുമായിട്ട് കുറേ കച്ചവടക്കാരെ കാണാം. അതുപോലെ നടക്കുന്ന വഴിക്ക് നമുക്ക് വിശക്കോ ദാഹിക്കോ എന്തെങ്കിലും ചെയ്താൽ ഇഷ്ടം പോലെ ഷോപ്പുകളും ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ഓൾറെഡി വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കയറ്റിക്കൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പം കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്ക, പിന്നെ തേൻ നെല്ലിക്ക അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ഏരിയയിൽ കുറച്ച് കുരങ്ങുകളുണ്ട്, കുറച്ചല്ല കുറേയുണ്ട്. അപ്പം വഴിയുടെ 2 സൈഡുമായിട്ട് മരങ്ങളിലൊക്കെ കാണാം. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യാറില്ലല്ലോ, പക്ഷേ ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഇവർ അത്യാവശ്യം അക്രമകാരികളാണ്. അവിടെ ഓൾറെഡി പോയവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരങ്ങുകളെ സൂക്ഷിക്കണമെന്ന്. പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ടു. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മേത്തോട്ട് ചാടി വീഴും. അപ്പോൾ നമ്മളത് പേടിച്ചിട്ട് അവിടെ ഇടുമല്ലോ. അപ്പോൾ അവരതൊരു സ്ഥിരം ശീലമാക്കി മാറ്റി. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ പോകുന്ന വഴിക്ക് കാണാം. പിന്നെ ഇവിടെ കൂടുതലും സ്റ്റുഡൻസ് ആണ് വരുന്നതെന്നാണ് തോന്നുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കുരങ്ങുകൾ നമ്മുടെ പുറകെ വരുമെന്ന്. അവരുടെ കയ്യിലെ ഫുഡിൻ്റെ കവർ കണ്ടിട്ട് അവരെ കുറേ നേരമായിട്ട് ഫോളോ ചെയ്യായിരുന്നു. പിന്നെ എല്ലാവരും കൂടി രക്ഷിച്ചു. ഞങ്ങൾ രാവിലെ ആക്ച്വലി ഇറങ്ങിയത് അധികം വെയിലാകുന്നതിന് മുന്നേ നടക്കാമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ഉച്ച ആ സമയത്താണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് മരങ്ങളുണ്ട് റോഡ് സൈഡ് ഫുള്ള്. അപ്പം പിന്നെ അങ്ങനെ വലിയ ക്ഷീണമൊന്നും തോന്നില്ല. ഞങ്ങളങ്ങനെ നടന്ന് എൻട്രി പോയിന്റിൻ്റെ അവിടെ എത്താനായി. സ്ഥിരം നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂളായിട്ട് പോവാം. നമുക്കങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ മടുത്തു. ഇനിയാണ് സ്റ്റെപ്സും കയറ്റവും ഒക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് കുറേ ബോർഡുകളൊക്കെ കാണാം. വയനാടിൻ്റെ ബാക്കി കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളും പിന്നെ എടക്കൽ കേവ്സിനെ കുറിച്ചുള്ള വിവരണങ്ങളും ഒക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ കയറി പോകുന്ന വഴി. ഇവിടുന്ന് അങ്ങോട്ട് മേളിലോട്ട് പിന്നെ ഷോപ്പുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കയറിപ്പോകാനും ഇറങ്ങി വരാനുള്ള വഴി തന്നെ ഉള്ളൂ. അത് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. 1895 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഫ്രെഡ് ഫോസറ്റാണ് ഈ ഗുഹകൾ ആദ്യം കണ്ടുപിടിച്ചത്. നമ്മൾ ഈ കയറ്റം കയറി മുകളിലോട്ട് പോകുമ്പോൾ എല്ലായിടത്തും തന്നെ പാറകളാണ്. അമ്പുകുത്തി മലയിലാണ് എടക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. 1896 ഗുഹയുടെ തറയിൽ അടിഞ്ഞു കിടന്ന മണ്ണൊക്കെ മാറ്റിയപ്പം നവീന ശിലായുഗത്തിലെ കല്ലുളി, കന്മഴു ഇവയൊക്കെ കിട്ടിയത്രേ. ഇവിടെ ഫേമസ് ആയിട്ടുള്ള പല ചരിത്ര ശാസ്ത്രജ്ഞന്മാരും വന്ന് പഠനം നടത്തിയിട്ടുണ്ട്. നമുക്ക് ഒറ്റയടിക്കാ കയറ്റം ഫുള്ള് കയറിപ്പോകാൻ അവിടം വരെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വിശ്രമിച്ചാണ് കയറിപ്പോകുന്നത്. ഈ കാണുന്ന ചെറിയ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗുഹ ആദ്യം നമുക്ക് കാണാം. പണ്ട് വീടുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നേടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ താമസിച്ചിരുന്നത്. വീക്ക് ഡേയ്സിലൊക്കെ വരുവാണെങ്കിൽ ഇത്രയധികം തിരക്കുണ്ടാവില്ല. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. നമ്മൾ ആൾക്കാർ കയറി പോകുന്നതിനും ആ ഗുഹയിലേക്കൊക്കെ കയറി പോകുമ്പം സ്റ്റെപ്സ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതേപോലെ അത്യാവശ്യം പാറക്കെട്ടുകളിൽ കൂടെയൊക്കെ നടന്നു വരുന്നതുകൊണ്ട് ചെരുപ്പൊക്കെ ഷൂസൊക്കെ ധരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ കയറിപ്പോകുന്ന സ്ഥലവും ചുറ്റും കല്ലുകളൊക്കെ ആയിട്ട് ഒരു ഗുഹ പോലെ തോന്നിക്കുമെങ്കിലും ഇതല്ല മെയിനായിട്ടുള്ള കേവ്. കുറേയും കൂടെ മേളിലോട്ട് പോകണം. സൂര്യനെ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന ആ കാലഘട്ടത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് ആ ഗുഹയെ ചെല്ലുമ്പം കാണാൻ പറ്റും. 2 എഴുത്ത് ഭാഷകളാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്, തമിഴ് ബ്രാഹ്മിയും പ്രാകൃത സംസ്കൃതവും. തമിഴ് ബ്രാഹ്മി വായിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് വളരെയധികം മൃഗങ്ങളെല്ലാം വേട്ടയാടിയിട്ടുള്ള ഗോത്ര രാജാക്കന്മാർ ഈ മലയിൽ താമസിച്ചിരുന്നു എന്നാണ്. അതേപോലെ ഈ പ്രാകൃത സംസ്കൃതം കുടുംബിയ വംശജരാൽ എഴുതപ്പെട്ടതാണ്. നവീന ശിലായുഗം മുതൽ ഇങ്ങോട്ട് വിവിധ ഗ്രൂപ്പുകളായിട്ട് ഗോത്ര സമൂഹങ്ങൾ താമസിക്കാൻ ഉപയോഗിച്ച റോക്ക് ഷെൽട്ടറാണിത്. ഏകദേശം 30,000 വർഷങ്ങൾ മുന്നേ ശക്തമായിട്ടുള്ള ഭൂകമ്പത്തിൽ പാറകൾ പൊട്ടിപ്പിളർന്നുണ്ടായ ഒരു ഗുഹയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഹൈറ്റും ഉണ്ട്. അങ്ങനെ കയറി ഫൈനലി നമ്മൾ ഗുഹയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന് ഗുണാക്കേവാ. അകത്തേക്ക് കയറി ചെല്ലുമ്പം തന്നെ പാറകളിലൊക്കെ നമുക്ക് എഴുത്തുകൾ കാണാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ഗൈഡ് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇവിടെ മെയിനായിട്ട് ഒരു ഗോത്രരാജാവിൻ്റെ ചിത്രം കാണാം. അങ്ങനെ പല പല രൂപങ്ങളും കാണാം. കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും, കുറച്ചൊന്നും മനസ്സിലാവില്ല. കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് വഴിയാണ് ചിത്രങ്ങളുടെയൊക്കെ പഴക്കം നിർണ്ണയിച്ചിരിക്കുന്നത്. ചുറ്റും പാറകൾ, എന്നിട്ട് മുകളിൽ ഒരു കല്ല് തങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇടയിലെ കല്ല് അഥവാ എടക്കൽ കല്ലെന്ന പേര് വന്നത്. ഈ കേവ് നാച്ചുറലായിട്ട് കല്ലുകൾ പൊട്ടിമാറി ഉണ്ടായതിന് തെളിവായിട്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അതിലൂടെ ഒരു വ്യൂ പോയിന്റും കാണാൻ പറ്റും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി തിരിച്ച് വന്ന അതേ വഴി ആ 300 സ്റ്റെപ്സ് ഇറങ്ങണം. കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കഴിച്ചു.
എന്നിട്ട് പിന്നെയും തിരിച്ച് നടക്കാൻ തുടങ്ങി. ഇനി കയറിയ സ്റ്റെപ്സൊക്കെ തിരിച്ചിറങ്ങണമല്ലോ. അങ്ങോട്ടേക്ക് കയറാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കൂളായിട്ട് കയറി. തിരിച്ചിറങ്ങുമ്പോൾ കാല് വിറച്ചിട്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇരുന്നിരുന്ന് പോകായിരുന്നു. ഒരിടത്തുനിന്ന് കരിക്ക്, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, അങ്ങനെ ഓരോന്നോരോന്ന് കഴിച്ച് അതൊക്കെ ഇറങ്ങി. കണ്ടോ, ഹാർഡിയോ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിപ്പാണ്. തിരിച്ച് താഴെ എത്തി ഇനി അമ്പലവയലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.